ഞാൻ നന്ദി പറയാൻ വന്നതാണ്. നന്ദി പറയണ്ടേ ഞാനാ, ഇരുന്നില്ലല്ലോ. ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങൾ പലതായെങ്കിലും ഈ കുഗ്രാമം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായ രീതിയിലാണ്. ആകെ ഉള്ളത് എൻ്റെ ഒരു LP സ്കൂൾ മാത്രം. കുട്ടികൾക്ക് വരാൻ നേരെ ഒരു റോഡ് പോലുമില്ല. കുട്ടികളിൽ പലരും വരുന്നത് ആറ് കടന്നിട്ടാണ്. മഴക്കാലമായാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഈ ഗ്രാമം മനോഹരമാണ് സാർ. മനോഹരമായതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നമ്മുടെ സ്കൂളിനെ ഒരു ഹൈസ്കൂളാക്കി മാറ്റണം, അതിനുശേഷം ഒരു കോളേജാക്കി മാറ്റണം. അങ്ങനെ എന്നാൽ കഴിയുന്ന നന്മ ഈ ഗ്രാമത്തിന് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. MA MH പാസ്സായ അർച്ചനാദേവി ഈ LP സ്കൂളിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരാളെ കിട്ടിയത്. എന്താ, എനിക്ക് വിശ്വസിക്കാമല്ലോ? യെസ് സർ, ഈ ഗ്രാമം എന്റെ വീടാണ്. നീ പറഞ്ഞത് ശരിയായിരുന്നു മോളെ. ഈ പെരുമഴയത്ത് കാർ ഇറക്കണ്ടായിരുന്നു. നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? മൂത്ത മകൾ പറയുന്നതൊക്കെ ശരി, ബാക്കിയുള്ളവർ പറഞ്ഞതൊക്കെ തെറ്റ്. ഇത് സ്റ്റാർട്ട് ആകുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? തള്ളണം. രവി രവി എന്ത് ചെയ്യാനാ? കാക്കടി ഒരു ഓട്ട കാറും വെച്ചുകൊണ്ട് കൂലി കൂലി ഒരുത്തനെയും കാണുന്നില്ല ഇവിടെ. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, മെയിൻ റോഡാണ്. അമ്മേ, ഗുണ്ടസാർ വരുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. എന്താ വണ്ടി തകരാറിലായോ? എന്താ സ്റ്റാർട്ടാകുന്നില്ലേ? തള്ളി നോക്കണം, അല്ലാതെ മാർഗമൊന്നുമില്ല. രണ്ട് കൂലിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ. രണ്ടു കൂലിക്കാരുടെ ജോലി ഞാൻ ചെയ്യാം. പോരെങ്കിൽ രണ്ടുപേർ കാറിലുണ്ടല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. ആ, ഇപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. എന്താ, പേഴ്സ് മറന്നുപോയോ? ഏത് പേഴ്സ്? അങ്കിളല്ലേ പറഞ്ഞ ശരീരം മുഴുവൻ വേദനിക്കുന്നെന്ന്? ആരെങ്കിലും പറഞ്ഞ അങ്കിളിനോട് മഴയത്ത് ഇറങ്ങി തള്ളാൻ? ഇവിടെ അങ്കിളിന് മൂക്കിലൂടെ നീർച്ചാല് അവിടെ രാജവട്ടന് കണ്ണിലൂടെ മടപെടാന്ന് വെള്ളം. സൈക്കിൾ റിക്ഷ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്കിൾ അനുഭവിച്ച സ്ട്രെയിൻ ഓർക്കുമ്പോ ഇനി ഒരു 2 ആഴ്ചയുടെ റെസ്റ്റ് എടുത്താലും ഒരു നഷ്ടവും ഇല്ല. നീ എന്നെ കളിയാക്കാണല്ലേ? എനിക്ക് മനസ്സിലായി. ആർക്കെങ്കിലും ആലോചിക്കാതെ പറയാതെ ബിസിനസ് എടുത്തിയാടാ. സുമാരൻ സാർ വന്നെന്ന് പറയാൻ പറഞ്ഞു. സുമാരൻ സാറോ? മനസ്സിലായില്ല. ഈ തുമ്മലിനും ചീറ്റലിനും ഒക്കെ കാരണക്കാരൻ അയാളാണ്. ഓ, അയാള്. എന്റെ അനേകം വിദ്യാർത്ഥികളെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല മിസ്റ്റർ സുകുമാരൻ.
നിങ്ങളുടെ വളർച്ച ഞാൻ വളരെ സന്തോഷത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ മിസ്റ്റർ സുകുമാരൻ അത് അറിഞ്ഞിരിക്കില്ല. അറിയാം സാർ. അങ്ങയുടെ വലിയ മനസ്സിൽ എന്നും ഞാനുണ്ടായിരുന്നു, എനിക്കതറിയാം. റിസർച്ച് സ്കോളർഷിപ്പിന് വേണ്ടിയും ലെക്ചർ പോസ്റ്റിന് വേണ്ടിയും അങ്ങ് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്തു. ഞാൻ അയച്ച ആപ്ലിക്കേഷനിൽ അങ്ങ് ഇട്ടുന്ന നോട്ട് ഞാൻ വായിച്ചു. കണ്ട് നന്ദി പറയണമെന്ന് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കായിരുന്നു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സുകുമാരൻ അർഹിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സാർ. മോളെ, സുകുമാരനെ നീ അറിയില്ലല്ലോ. ഹി ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റുഡന്റ്. നമസ്കാരം. നമസ്തേ. ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കായി ഡിഗ്രി എടുത്തപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു IAS ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ മിസ്റ്റർ സുകുമാരൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? വേണ്ട സർ, എനിക്ക് അങ്ങയെപ്പോലെ ഒരു പ്രൊഫസർ ആവണം. പരിതസ്ഥിതികളിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന യുവമനസ്സുകളെ നേർവഴിക്ക് തിരിക്കാൻ എന്നാലാവുന്നത് ചെയ്യാൻ എനിക്കൊരു സന്ദർഭം കിട്ടണം. അതാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന്. ആ ആദർശശുദ്ധിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇന്നലെ മഴ നനഞ്ഞവർക്ക് പനിയൊന്നും പിടിച്ചില്ലല്ലോ. കൂടുതൽ നനഞ്ഞത് അങ്ങല്ലേ? അതെ അതെ, സുകുമാരൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അർച്ചനയും കൂട്ടി അങ്ങോട്ട് വരുമായിരുന്നു, വല്ല അസുഖവും പിടിപെട്ടോന്നറിയാൻ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അങ്ങേ വീട്ടിൽ സ്വീകരിക്കാൻ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. ചായ കൊണ്ടുവരാം. ഇപ്പൊ വേണ്ട. വീട്ടിൽ വരുന്നവർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കപ്പ് ചായ എങ്കിലും കുടിച്ചില്ലെങ്കിൽ അതൊരു സ്നേഹക്കുറവായിട്ടാണ് നമ്മുടെ പെൺകുട്ടികൾ കരുതുന്നത്. അങ്ങക്ക് അഭിപ്രായമില്ലല്ലോ. ഇല്ല. എന്നാൽ സാരമില്ല, ഞാൻ വരട്ടെ. ശരി. അർച്ചനെ, ഡ്രൈവറോട് സുകുമാരനെ ഡ്രോപ്പ് ചെയ്യാൻ പറയും. വേണ്ട സാർ, എനിക്ക് നടന്നും ബസ് യാത്ര ചെയ്തുമാണ് ശീലം, അതാണ് ഇഷ്ടവും. എന്നാൽ അങ്ങനെ ആവട്ടെ. അർച്ചന മോളെ, നീ സുകുമാരനെ യാത്രയാക്കിട്ട് വാ. ശരി. വരട്ടെ സാർ. ചന്ദ്രനിലേക്ക് പോകാനായിരിക്കും ആലോചന. അതിനടുത്ത് വരെ അർച്ചനയ്ക്ക് സുകുമാരനെ പോലൊരു പയ്യനെ കിട്ടിയാലോ എന്ന് ആലോചിക്കായിരുന്നു. ഇത് തന്നെയായിരുന്നു എന്റെ ഭയവും. അയാളുടെ ആദർശവും കുന്തവും ഒക്കെ വിസ്തരിച്ചപ്പോഴേ ഞാൻ കരുതി, തന്തയില്ല, തള്ളയില്ല, തറവാടില്ല, മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യവും. ശമ്പളത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. കണ്ടാലോ അസൽ ഹിപ്പി ഗുണ്ട. ഇയാളെ കൊണ്ട് തന്നെ മോളെ കല്യാണം കഴിപ്പിക്കണം. ഇത് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്നാ? ഞാൻ അയാളെ 4 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സുകുമാരനെ നല്ലതുപോലെ അറിയാം. നിങ്ങൾ 4 വർഷം കൊണ്ട് മനസ്സിലാക്കാത്തത് ഞാൻ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൈയും ചുരുട്ടിക്കയറ്റി മെയിൻ റോഡിൽ കാർ തള്ളാൻ പോകുന്നവന്റെ കൂടെ എന്റെ മോളെ ഞാൻ അയക്കില്ല. ആ, അതാണ് അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പിന്നെ ഞാൻ എന്റെ മക്കളെ വളർത്തിയതും ഒരധ്യാപകന്റെ ശമ്പളം കൊണ്ട് മാത്രമാണ്. എന്റെ മക്കളെ ഈ നിലയ്ക്ക് വളർത്തിയെടുക്കാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടിന്ന് എനിക്കേ അറിയാവൂ. അവളെ ആ വഴിക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല. അവൾക്ക് സൗന്ദര്യമുണ്ട്, പഠിത്തമുണ്ട്, നല്ല നിലയും വിലയുള്ള 1000 പേരെ അവൾക്ക് കിട്ടും. നല്ല ഒന്നാന്തരം തറവാട്ടുകാരെ അറിഞ്ഞു വെച്ചും കൊണ്ട് ആയുസ്സുകാലം മുഴുവൻ അടുക്കള നിരങ്ങി കഴിയാൻ അവളെ ഞാൻ അയക്കണോ? 3 കാശ് വരവുള്ളവന്റെ കൂടെ ഇത്ര ധൃതി കാണിക്കാൻ ഇവിടെ എന്തുണ്ടായി? രാജു അവക്ക് വേണ്ടി ചാകാൻ നടക്കുകയാണ്. അത് കാണാനുള്ള കണ്ണുപോലും നിങ്ങൾക്കില്ലല്ലോ. രാജുവോ? അതെ, രാജു തന്നെ. ഇത്രയും തങ്കപ്പെട്ട പയ്യനെ എവിടെ കിട്ടും? കാശിന് കാശ്. തറവാടാണെങ്കിൽ തലമുറകളായ രാജകുടുംബവുമായി ബന്ധപ്പെട്ടത്. അവന്റെ നടത്തവും പെരുമാറ്റവും സംസാരവും ഇത്രയും ഗുരുത്വവും അനുസരണയുള്ള പയ്യനെ കാണിച്ചു തരാമോ? വിഷമമാണ്. പിന്നെന്താ? വ്യക്തിത്വമില്ലാത്തൊരു മഫ്, വികസിക്കാത്ത ബുദ്ധിയും. മതി, കുറെ ബുദ്ധിക്കാർ ഇറങ്ങിയിരിക്കുന്നു. കുട്ട നിറയെ വ്യക്തിത്വമായി. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. എന്നിട്ടെന്താ? ഒന്നുമില്ല. അയ്യോ, നല്ല ചേച്ചിയല്ലേ, പറഞ്ഞു താന്നേ. അയ്യോ, അമ്മ വരുന്നു. കണ്ണടച്ചോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് പോലും ഓഫ് ചെയ്തിട്ടില്ല. മെത്ത കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, പിള്ളേരൊക്കെ വളർന്ന് കാര്യം നോക്കാറായി, നീ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നു എന്ന്. രാവിലെ എഴുന്നേറ്റൊണ്ണ പറയും, കഴുത്ത് വേദന. എന്നാ ശരിക്ക് കിടക്കുമോ? അതുമില്ല. ഇവളെടുത്തി.
ഇനി പറയ ചേച്ചി. എന്നെ വീട്ടിലേക്ക് ചെല്ലാൻ ക്ഷണിച്ചു. എന്നിട്ട് ചേച്ചി ഉടനെ അങ്ങ് സമ്മതിച്ചു? അങ്ങനെ പോവാൻ പാടില്ലല്ലേ? ചേച്ചി എന്ത് പറഞ്ഞു എന്ന് പറയൂ. ഞാൻ പോവാന്ന് പറഞ്ഞു. ചേച്ചി നീ കിടന്നുറങ്ങിക്കോ. ചേച്ചി പോയാലുണ്ടല്ലോ ചേച്ചി പോക്ക ഗുണ്ട, പോരെങ്കിൽ ലെക്ചററും. നല്ല കോമ്പിനേഷൻ. ഇവിടാണെങ്കിൽ പാവം രാജുവേട്ടൻ തുടച്ച് മുഖം പകുതിയാക്കി. ഈ ചേച്ചിയുടെ മനസ്സ് കല്ല. നീ മഹാബുദ്ധൂസ. വരൂ. അമ്മായി എവിടെ? ഇപ്പൊ വിളിക്കാം. അമ്മായി, അമ്മായി. എന്താ മോനെ? വേഗം വരൂ അമ്മായി. നമസ്തേ. ഈ പെണ്ണിനെ അറിയോ അമ്മായി? അച്ഛനല്ലേ? എങ്ങനെ മനസ്സിലായി? കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഊഹിച്ചു. സുഖു എപ്പോഴും പറയും മറ്റൊരു പെൺകുട്ടിയെ പറ്റി അവൻ പറഞ്ഞു കേട്ടിട്ടുമില്ല. വന്ന കാലിൽ തന്നെ നിർത്തിയിരിക്കുകയാണോ? കടന്നിരിക്കൂ, ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം. നളിനി, വേഗം കാപ്പിക്ക് ഇത്തിരി വെള്ളം വെക്കും. ശങ്കരൻ എവിടെ പോയി? ശങ്കരാ, ശങ്കരാ വരുന്നേ. എടാ എടാ ഏത്തക്കൊല പഴുത്തു. ഇതാണ് എന്റെ സാമ്രാജ്യം. മഹാറാണി എവിടെ ഇരിക്കും? ഉണ്ടല്ലോ സിംഹാസനന്റെ. അയ്യോ, അതിലേക്ക് കാലൊടിഞ്ഞു. രാജവാഴ്ച അവസാനിച്ചുകൊണ്ടായിരിക്കും സിംഹാസനത്തിന്റെ കാലൊടിഞ്ഞു പോയി. സാരമില്ല, ഞാൻ നിന്നോണ്ട് ചെങ്കോല് പിടിച്ചോളാം. അർച്ചന വന്നില്ലേ ചേച്ചി? ഇല്ല. ആ, ചേട്ടൻ അവളെ കയറൂരി വിട്ടിരിക്കുകയാണ്. അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത്? എന്തിനാണ് നിനക്ക് അറിഞ്ഞൂടല്ലേ? എന്നെ വെറും മടയാക്കരുത്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ചേച്ചിക്ക് എന്ത് വെപ്രാളമായിരുന്നു നിനക്കറിയാമോ? അങ്കിളിന് അപ്രാളം ഇല്ലായിരുന്നോ? ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഈ വീട്ടിലുള്ള മറ്റെല്ലാവരും കഷ്ടത്തിലാകാൻ പോവുകയാണ്. തെറ്റോ? മോളെ, അച്ഛാ. നീ സുകുമാരന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. ഈ വീട്ടിൽ ആർക്കും അയാളെ തൃപ്തിയല്ല. ആരും അയാളെ മനസ്സിലാക്കിയിട്ടില്ല. അച്ഛനും? സുഗു എന്റെ വിദ്യാർത്ഥിയായിരുന്നു. സ്വാഭാവികമായും ഞാൻ അയാളുടെ പക്ഷത്തായിരിക്കുമല്ലോ. അതുപോട്ടെ, നിന്റെ മനസാക്ഷി അയാളെ സ്വീകരിച്ചു കഴിഞ്ഞോ? എന്നാൽ എന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടായിരിക്കും. നിന്റെ അമ്മ എതിർക്കും, ഈ വീട്ടിലുള്ളവരെല്ലാം എതിർക്കും, ഒരു വേള നാണു നായരൊഴിച്ച്. ഒരു കാര്യം മാത്രം എന്റെ മകൾ മറക്കരുത്, സുകുമാരനെ തെരഞ്ഞെടുത്തത് നീയാണ്. നിന്റെ പൂർണ്ണ മനസ്സോടെ, നിനക്ക് വേണ്ടി മാത്രം.